ഒരു 10-15 വർഷം മുമ്പ് കണ്ടതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. തകർത്ത് അടിപൊളിയായിരുന്നു, അടിച്ചു പൊളിച്ച്. ഫസ്റ്റ് ഹാഫ് കിട്ടും, സെക്കൻഡ് ഹാഫ് കിട്ടുന്ന സാധനം ഒന്നും പറയാനില്ല, അടിപൊളി. ലാലേട്ടന്റെ ഗ്രേറ്റ് ഫാനായി എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മാരി കൊലകൊല്ലി എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, ഷക്കീലാണ്. അറിയാലോ, ഒന്നും പറയാനില്ല, നമ്മുടെ ലാലേട്ടന്റെ ഹൗസ്ഫുൾ ആയിരുന്നു. 18 വർഷത്തിന് ശേഷവും ആ ഓഡിയൻസ് മൊത്തത്തിൽ ഹരത്തിലായിരുന്നു. ഏതായാലും സന്തോഷം. ഞാൻ എല്ലാവരോടും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച സിനിമയാണ്, ഞാൻ അഭിനയിച്ച പാട്ടെന്ന് പറഞ്ഞത് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊരു പുതിയ സിനിമ റിലീസ് ചെയ്ത സിനിമ കണ്ട ഒരു അനുഭൂതി തന്നെയാണ്. ഈ പടം ഇറങ്ങുമ്പോൾ ചെറുതായിരുന്നു, അപ്പോൾ തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ടൈമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നൈസ് വൈബായിരുന്നു. തലയും പിള്ളേരും ലാലേട്ടൊക്കെ പൊളിച്ച് അടിപൊളിയാണ്. മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാലും ഇപ്പൊ കണ്ടപ്പോ ഒന്നുകൂടെ ഇതില്ല. നല്ല എനർജി ഉണ്ടായി, നല്ല അടിപൊളിയായിരുന്നു. ഇന്നത്തെ പ്രേക്ഷകരോടൊപ്പം കണ്ടപ്പോ അടിപൊളിയായി, ഒന്നും പറയില്ല, അടിച്ചു പൊളിച്ച്. 18 വർഷത്തിന് ശേഷവും ആ ഓഡിയൻസ് മൊത്തത്തിൽ ഹരത്തിലായിരുന്നു. ഏതായാലും സന്തോഷം. ആഘോഷം അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു 18 വർഷത്തിന് മുമ്പുള്ള അതേ ഒരു ആംബിയറാണ് ഇപ്പോൾ കിട്ടിയത്. എല്ലാവരും ഭയങ്കര ലഹരിയിലായിരുന്നു. നല്ല ഓണം എൻജോയ് ചെയ്ത്. അതിൽ സന്തോഷം. ലാൽ സാർ ഫാൻ എന്ന രീതിയിലും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലും ഒരു സിനിമാക്കാരൻ എന്ന രീതിയിലും ഭയങ്കര സന്തോഷമായിരുന്നു. തിയേറ്ററിൽ ഫസ്റ്റ് ഭയങ്കര ഒരു ഓളമായിരുന്നു അവിടെ. ഇത്ര ഭയങ്കര ഓളം നമ്മളെ കാണിച്ചപ്പോൾ കയ്യടിയെ കാണിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പോയി. അടിപൊളി. ഞാൻ വാസ്കോഡാമ സോങ് പാടിയാണ്. ഭയങ്കര സന്തോഷം. 18 വർഷ ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് നല്ല 18 വർഷം മുമ്പ് പാടിയ പാട്ട് ഇപ്പോഴും ആൾക്കാർ, പ്രത്യേകിച്ച് ഞാൻ ഒരു കൊച്ചിക്കാരനായതുകൊണ്ട് വാസ്കോഡാമ എല്ലാവരും എടുത്തു. എല്ലാ പാട്ടും ഭയങ്കര ആസ്വദിച്ചാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷം, അടിപൊളി, സന്തോഷം. ഇത്ര ആളുകളുടെ ഇടയിൽ ഇരുന്നത് കാണുമ്പോഴത്തേക്കും അത് തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യണത്. സെയിം വൈബ്, സെയിം ആളുകൾ എന്ന് പറഞ്ഞാൽ അതേ എനർജി. ഇപ്പോഴൊരു പുതിയ സിനിമ റിലീസ് ചെയ്ത സിനിമ കണ്ട ഒരു അനുഭൂതി തന്നെയാണ്. അടിപൊളി, ഭയങ്കര സന്തോഷം. ഞാനും ഡാൻസ് കളിച്ചു. ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളെ ഒരു പടം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. സെന്റി വലിയൊരു പടത്തിൽ ചാൻസ് ചെയ്തതിൽ ഇപ്പോഴും ആൾക്കാരത് പാടുന്നു. സകല ബാൻഡും എടുക്കുന്നു, എല്ലാവരും പാടുന്നു. സന്തോഷം. വാസ്കോഡാമ തലയിലും എല്ലാവരും ഇപ്പോഴും സെലിബ്രേഷൻ ഫുൾ. ഒരു രക്ഷയിൽ നിങ്ങൾ കണ്ടല്ലോ ഡാൻസ്. ഞങ്ങൾ ഡാൻസ് കളിച്ചു. അത് അൻവറിക്കും അതുപോലെ ബെന്നിച്ചേട്ടന് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ്. കാരണം ഇമോഷണലി എല്ലാ ക്യാരക്ടേഴ്സും, ചെറിയ ക്യാരക്ടേഴ്സായാലും വലിയ ക്യാരക്ടേഴ്സായാലും ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. അതാണ് ഇത്രയും വർഷം കഴിച്ചിട്ട് ഞാൻ ആദ്യം കണ്ടത് തിരുവനന്തപുരത്ത് വെച്ചാണ്, ഫസ്റ്റ് അന്ന് റിലീസായ സമയത്ത്. ഇന്ന് റിലീസ് സമയത്ത് ഞാൻ കൊച്ചിയിൽ വന്നേക്കാണ് കാണാനായിട്ട്. അന്ന് അവിടെ കണ്ട അതിൻ്റെ വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. അന്ന് എനിക്ക് ഫസ്റ്റ് ഡേ ഇവിടെ മിസ്സായി. പക്ഷേ അന്ന് നമുക്ക് റിലീസ് ഓരോട്ടം വരുമ്പോഴേ അന്ന് മിസ്സായ കാര്യങ്ങൾ നമുക്ക് വീണ്ടും റിക്കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിന് ഈ സിനിമ കാണുമ്പോൾ ഫ്രഷ് ഒരു സിനിമ കണ്ട ഫീലിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച സിനിമയാണ്, ഞാൻ അഭിനയിച്ച പാട്ടെന്ന് പറഞ്ഞത് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. അടിച്ചു പൊളിച്ച്. കൊള്ളാറ്, സൂപ്പറായിരുന്നു. നമുക്ക് പഴയ ഒരു എന്താ ലാലേട്ടനോ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പഴയ ഒരു ചെറിയ ലാലേട്ടന തിയേറ്ററിൽ കാണുമ്പോഴുള്ള എക്സാക്ട് വൈബ് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. അത് ഉത്സവമായിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. ഉത്സവ വൈബായിരുന്നു. പാട്ടും എല്ലാത്തിനും ഒന്നും പറയാനില്ല. പിന്നെ കംപ്ലീറ്റ് ഒന്നും പറയാനില്ല. പടം അടിപൊളിയല്ല. അന്ന് ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റില്ല. ഞാൻ ഇതിനോട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. തലയും പിള്ളേരും ലാലേട്ടനൊക്കെ പൊളിച്ച് അടിപൊളിയാണ്. അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോയി. ഓരോ സീനും പഞ്ചായിരുന്നു. ലാലേട്ടൻ്റെ അടുത്ത ആരാധകരാണ്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമായിരുന്നു. ഇനിയും ഇങ്ങനെ ഓരോ റിലീസുകൾ പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അന്ന് കാണാൻ പറ്റാത്ത ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ അത് ഇന്ന് അത് സാധ്യമായി. ഇത്ര വർഷമായിട്ട് പടം ഇറങ്ങിയിട്ട് ഇത്ര താരം ഇറങ്ങിയിട്ട് ഇപ്പോഴാണ്. അടിപൊളി.